അമ്മ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരമ്മ ഒരു മകളായി ജനിക്കുന്നു. അവൾ ആ കുടുംബത്തിലെ കണ്ണിലുണ്ണിയായി വളരുന്നു. എല്ലാവരുടെയും പുറകെ കളിച്ചും ചിരിച്ചും അവൾ നടക്കുന്നു. അതിനുശേഷം അവൾ ഒരു സഹോദരിയായി മാറുന്നു. ആ സഹോദരി ആ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നു. എല്ലാവരെയും സഹായിക്കാൻ എല്ലാവരുടെയും കൂടെ നടക്കുന്നു. അതിനുശേഷം അവൾ ഒരു ഭാര്യയായി മാറ്റപ്പെടുന്നു. ആ ഭാര്യ മറ്റുള്ള കുടുംബത്തിലേക്ക് ചെന്ന് അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി ത്യാഗം സഹിക്കുന്നു. അവരെ സ്നേഹിക്കുന്നു. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവർക്ക് വേണ്ടതെല്ലാം അവൾ ചെയ്തു കൊടുക്കുന്നു. അവൾ കുടുംബത്തിലെ പ്രകാശമായി മാറുന്നു. അതിനുശേഷം അവൾ ഒരമ്മയായി മാറുന്നു. ആ അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നല്ലൊരമ്മ ത്യാഗം സഹിക്കുന്നു. ആ അമ്മ ആ കുടുംബത്തിൻ്റെ പ്രകാശമായി മാറുന്നു. ആ അമ്മ ആർക്കെല്ലാം ബാധ്യപ്പെട്ടോ അവരെല്ലാം സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ത്യാഗം സഹിക്കുന്നതിനും തയ്യാറാവുന്നു. അതിനുശേഷം അതൊരു അമ്മൂമ്മയായി മാറുന്നു. ആ അമ്മൂമ്മ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും വീണ്ടും അവളുടെ ജീവിതം മുഴുവൻ കൊടുക്കുകയാണ്. ജീവിതം മുഴുവൻ അവൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആ ജീവിതകാലം മുഴുവൻ അവളുടെ ആ ജീവിതം തീരുന്നിടം വരെ അവൾ ആ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ അമ്മയെ നമ്മൾ പരിഗണിക്കണം. ഒരു സ്ത്രീ എന്ന് പറയപ്പെടുന്നത് സൃഷ്ടിയുടെ മകുടമാണ്. അവളെ ദൈവം പൂർണ്ണമായി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആ സൃഷ്ടി അവളിലൂടെയാണ് നടക്കുന്ന മനുഷ്യൻ്റെ സൃഷ്ടി. ആ ദൈവം കനിഞ്ഞരുളിയ ഒരു അനുഗ്രഹമാണ് അവൾക്ക്. അത് വലിയൊരു ദാനമാണ്. ഒരമ്മയെ നമ്മൾ സ്നേഹിക്കണം. ഒരമ്മയുടെ കണ്ണീര് ഒരിക്കലും ഭൂമിയിൽ വീഴാൻ പാടില്ല. ഒരു കുടുംബത്തിൽ വീഴാൻ പാടില്ല. അമ്മയുടെ വേദന ആർക്കും ഫലിക്കാൻ പാടില്ല. ആ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയെ സ്നേഹിക്കുവാനും അമ്മയ്ക്ക് വേണ്ടത് നൽകുവാനും നമ്മൾ തയ്യാറാവണം. പരസ്പരം സ്നേഹിച്ച് ലാളിച്ച് വളരുവാൻ ഉള്ള കഴിവ് നമുക്കുണ്ടാകണം. മറ്റുള്ള അമ്മമാരെ കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ വേദനകൾ നമ്മൾ അറിയണം. അവരുടെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ആരുമില്ലാത്ത അമ്മമാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒന്ന് ആദരിക്കുവാനും അവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനും അവരുടെ സ്വരമൊന്ന് കേൾക്കുവാനും നാം തയ്യാറായാൽ ഈ ലോകം എത്രയോ സന്തോഷമായി മാറിയനെ, സമാധാനമായി മാറിയനെ, എത്രയോ ഐശ്വര്യപൂർണ്ണമായി തീർന്നേനെ. എല്ലാം നമുക്ക് ശ്രമിക്കാം. നമ്മൾ അമ്മമാരുടെ വേദനയും കണ്ണീരും വാങ്ങാതിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുക. അമ്മയ്ക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. നമ്മൾ ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുക. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ കാണുന്ന സമൂഹം, നമ്മുടെ ചുറ്റുമുട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക.